ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 8-ാം വാക്യം. എഫ്രായിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രായേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ ആത്മായെ പോലെയാക്കും? സെബോയോമിനോടെന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും? എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു, എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഈ വചനത്തിൽ എഫ്രായിം എന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ എങ്ങനെ ആത്മായെയും സെബോയോമിനെയും പോലെയാക്കുമെന്ന്. ഈ രണ്ടു പട്ടണങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ബൈബിളിൽ കാണുന്നത് നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 23-ാം വാക്യത്തിലാണ്. സോദോം ഗോമോറയോടൊപ്പം നശിപ്പിക്കപ്പെട്ട പട്ടണങ്ങളാണ് ആത്മായും സെബോയും. തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് ദൈവം പറയുകയാണ്, നിങ്ങളെ എങ്ങനെയാണ് ഞാൻ നശിപ്പിക്കുന്നത്? എഫ്രായിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും ദൈവത്തെ മറന്നുകൊണ്ട് അവിശ്വസ്തത അവർ കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും അവരെ ശിക്ഷിക്കുവാൻ ദൈവത്തിന് മനസ്സ് വരുന്നില്ല. അവരെ ഒന്നടക്കം നശിപ്പിക്കുവാൻ ദൈവത്തിന് മനസ്സ് വരുന്നില്ല. അതാണ് ഈ വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഒരിക്കലും ദൈവം പാപികളെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ നീതി അതാഗ്രഹിച്ചാലും അവിടുത്തെ കരുണ അത് വിലക്കുന്നു. ദൈവത്തിൻ്റെ നീതി പാപികളെയും പാപത്തെയും നശിപ്പിക്കാൻ ആഗ്രഹിച്ചാലും ദൈവത്തിൻ്റെ കരുണ പാപത്തെ നശിപ്പിച്ചുകൊണ്ട് പാപിയെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ കരുണ മനുഷ്യ സങ്കല്പങ്ങൾക്കും ഒരുപാട് അതീതമാണ്. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ദൈവത്തിൻ്റെ കരുണ. അതുകൊണ്ട് തന്നെയാണ് എന്തെല്ലാം അവിശ്വസ്തത നമ്മൾ കാണിച്ചാലും അവിടുത്തേക്ക് നമ്മളോട് ക്ഷമിക്കുവാൻ സാധിക്കുന്നത്. ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു ചെല്ലാം. യേശുവേ, ഞങ്ങൾ ഓരോരുത്തരോടും കരുണയായിരിക്കണമേ. ദൈവരാജ്യം വളരട്ടെ.